അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വൺ ബ്ലോക്കിൻ്റെ വേൾഡിൽ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു പ്രോഗ്രസ്സും ഇല്ല, ഒരു ഓഫ് ക്യാമറ പ്രോഗ്രഷനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു ട്രീ ഫാം സെറ്റാക്കണം. നമ്മളിപ്പോൾ ടൈഗ ബയോമിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറേ സ്പേഴ്സ് വുഡ് കിട്ടും. ആ വുഡൊക്കെ നമുക്കൊന്ന് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ സാപ്ലിംഗ് ഒക്കെ നട്ടിട്ട് ഒരു സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റുമോ, ഒരു ക്വാർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വുഡ് ഫാം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് വില്ലേജസ് സ്പോൺ ആയിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് അടിച്ച് കയറ്റി ആ ബ്ലോക്കിൻ്റെ ആ വീട്ടിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ വീണ്ടും ബ്രീഡ് ചെയ്ത് നടക്കണ്ട. അങ്ങോട്ട് പോകുന്നില്ലല്ലോ, പോ അങ്ങോട്ട്. ഓക്കെ, അമ്മ അവിടെ പോയി. ഒരു ഫെൻസ് ഇവിടെ വെക്കാം. ഓക്കേ, അപ്പോൾ എന്നിട്ട് ഈ ബെഡും കൂടി അങ്ങ് പൊട്ടിച്ചേക്കാം. എന്നിട്ട് ആ ബെഡ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഇനി നമുക്ക് വീണ്ടും പൊട്ടിക്കാം. ഓക്കെ, ഒരു ബാരൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ബയോമിലെ അവസാനത്തെ ബാരലാണ്. ഇതിൻ്റെ അകത്ത് വീണ്ടും ആർമറും നമുക്കൊരു ആക്സും തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് പിന്നെ നോക്കാം. ഫോർച്യൂണൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പിന്നെ നോക്കാം. വീണ്ടും നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടട്ടെ. ഓക്കെ, നമ്മളങ്ങനെ അടുത്ത ബയോമിലെത്തി, 5ാമത്തെ ലെവൽ. ഈ ഒരു സ്പീഡിൽ നമ്മുടെ പ്രോഗ്രഷൻ പോയാൽ നമുക്കൊരു 15 എപ്പിസോഡുകൾക്കകത്ത് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു എമറാൾഡ് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തൽക്കാലം അയൺ പിക്കാക്സ് ഇല്ല. നീ പോടാ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വുഡ് ഫാമിൻ്റെ പണി ഒന്ന് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട റിസോഴ്സ് എടുക്കണം. നമ്മുടെ കയ്യിൽ ഒറ്റ റിസോഴ്സ് ഇല്ല. നമുക്കൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കുറേ കോബിൾ സ്റ്റോൺ ജനറേറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ ആ ലാവ ബക്കറ്റ് കൊണ്ട് കളഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഖേദിക്കുന്നു. പോട്ട്, അതൊന്നും നമുക്ക് മൈൻഡ് ആക്കേണ്ട. നമ്മുടെ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ സെറ്റാക്കാം. ഓക്കെ, ആദ്യം കുറച്ച് ഫുഡ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് സാപ്ലിംഗ് എടുക്കാം. ഇനി കുറച്ച് സ്റ്റോൺ ബ്രിക്കും കൂടി സെറ്റാക്കിയിട്ട് ഇതിലായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 64 എണ്ണം ഉണ്ട്, കൃത്യം ഒരു സ്റ്റാക്ക്. ഇനി നമുക്ക് ഇതിന്ന് ബിൽഡ് ചെയ്യണം. അതിന് കുറച്ച് ഡേർട്ടും കൂടി വേണം. അതിനു മുമ്പ് നമ്മുടെ കയ്യിലുള്ള അയൺ എടുത്തിട്ട് ഒരു ഫർണസ് വെച്ചിട്ട് അയൺ സ്മെൽറ്റ് ചെയ്യാം. അതങ്ങ് സ്മെൽറ്റായി നമുക്കൊരു 5 എണ്ണം വേണം. 4 എണ്ണം സ്മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 എണ്ണം നമ്മുടെ കയ്യിൽ കിട്ടി. കുറച്ച് ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ബിൽഡ് ചെയ്യട്ടെ. അപ്പോൾ ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഫ്രണ്ടിലോട്ട് സെറ്റാക്കിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർന്നു. ഓക്കെ, അപ്പോൾ ഒരു 3 ബ്ലോക്ക് വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കിയിട്ടുണ്ട്. ഉറങ്ങട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. എന്താടാ, സുഖമാണോ? പണിയെടുക്കണോ? നീ പണിയെടുക്കും, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. ഓക്കെ, അപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഇനി ഇവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ വെച്ച് പണി തുടങ്ങിയാലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാം? സൈഡിൽ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സൈഡിൽ താഴെയായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു ടോട്ടൽ 8 ബ്ലോക്ക് നീളത്തിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് താഴോട്ട് പോയിട്ട് ഒരു ബ്ലോക്ക് ഡേർട്ട് വെക്കട്ടെ. നമുക്ക് താഴോട്ട് പോയിട്ട് ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡേർട്ട് വെക്കാം. ഓക്കെ, അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇതെന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഒരു പ്ലാറ്റ്ഫോം പോലെ സെറ്റ് ആകണം. അവിടെ ആയിരിക്കും നമ്മുടെ ഹോപ്പറും കളക്ഷൻ സിസ്റ്റമൊക്കെ വരുന്നത്. നമുക്ക് ബക്കറ്റിലെ വെള്ളം എടുക്കാം. എന്നിട്ട് ഡേർട്ട് ഇവിടെ വെച്ചിട്ട് അതിനുള്ള പരിപാടി സെറ്റ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡേർട്ട് വെക്കാം. ഓക്കെ, അതൊരു 8 ബ്ലോക്ക് ലെങ്ത്തിൽ നമുക്കൊന്ന് നീട്ടി അപ്പുറത്തോട്ട് പണിയണം. അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. 3, 4, 5, 6, 7, 8 അത് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി കൂടിപ്പോയ എണ്ണം. ഓക്കെ, അതൊന്ന് പൊട്ടിച്ച് കളയാം. ഇത് പൊട്ടിക്കണ്ട. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി. 8 എണ്ണം കൃത്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്റ്റോൺ ബ്രിക്ക് വെച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, അതും കഴിഞ്ഞ് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ അറ്റത്ത് നമുക്ക് ഒരു ബ്ലോക്കിൻ്റെ പൊക്കത്തിൽ ഇതൊന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. ഫുള്ളായിട്ടല്ല, ആ ഒരു ഔട്ട്ലൈൻ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ലാസ്റ്റ് ബ്ലോക്ക് വെച്ച് അതും കഴിഞ്ഞു. അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് 8 ബ്ലോക്കാണ്. ഓക്കെ, 8 ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഷെയ്ഡർ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇത് മൊത്തം അതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ആയിട്ടുണ്ട്. ഇവിടെ വയ്ക്കാം. വെള്ളം എടുത്ത് ഇവിടെയും വെച്ച അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇതുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, ഷെയ്ഡർ ഉള്ളതുകൊണ്ടേ
എനിക്ക് കൃത്യമായിട്ട് ഇത് അറ്റം വരെ എത്തുന്നുണ്ടോ ദൈവത്തിനറിയാം. ചാടി നോക്കാം. നമ്മൾ കറക്റ്റ് ആ കുഴി വീഴുകയാണെങ്കിൽ എല്ലാം സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുഴി വീണിട്ടുണ്ട്. എല്ലാ പരിപാടിയും സെറ്റ്. ഇനി നമുക്ക് ഇവിടെ ഒരു കളക്ഷൻ സിസ്റ്റം വെക്കാം. ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കാം. ഇല്ല ഞാൻ ചെന്ന് ഇങ്ങോട്ടേക്ക് ചാടിക്കൊടുക്കും, ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇവിടെ ഒരു വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 8 ബ്ലോക്ക് ചെന്ന് നിൽക്കും. ഓക്കെ, ആ 8 ബ്ലോക്ക് ചെന്ന് നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറമുള്ള ബ്ലോക്കിൽ നമ്മൾ ഹോപ്പർ വെക്കും. എന്നിട്ട് അതൊരു ചെസ്റ്റിലോട്ട് കണക്ട് ചെയ്യും. അതൊന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, 2 ചെസ്റ്റ് വെക്കുക. ഡബിൾ ചെസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഡേർട്ടിൻ്റെ ബ്ലോക്ക് നമുക്ക് ആവശ്യമില്ല, അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒരു ഹോപ്പർ എടുത്ത് ആ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കി ക്രൗച്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അത് സെറ്റ്. ഇത് വർക്കായോ നോക്കാനായിട്ട് ഒരു ബക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. ചെസ്റ്റിലാണ് എൻ്റെ ചെയ്യുന്നതെങ്കിൽ സാധനം വർക്കാവുന്നുണ്ട്. അപ്പോൾ അതും സെറ്റ്. അപ്പോൾ കളക്ഷൻ സിസ്റ്റത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് ഒരു ചെറിയ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. തൽക്കാലം ഞാൻ ഈ വെള്ളം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പണിയാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ ഇതിൻ്റെ നടുഭാഗം എനിക്ക് കണ്ടുപിടിക്കണം. ഇത് മൊത്തം 8 ബ്ലോക്കാണുള്ളത്. 64 64 8 × 8 64. അപ്പോൾ ഒരു സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ആയിട്ടായിരിക്കും നമ്മളൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. അവിടെ ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ സാപ്ലിങ് ഇടുന്നത്. ഇവിടെ 2 ബ്ലോക്ക് വരും, ഇതും വരും. അപ്പോൾ ഇവിടെ ആയിരിക്കും എൻ്റെ നടുഭാഗം വരുന്നത്. അവിടെ കുറച്ച് ബ്ലോക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ പൊക്കത്തിൽ നമ്മൾ പണിതിട്ടുണ്ട്. അത് ടോട്ടൽ നമുക്ക് 2 ബ്ലോക്കിൻ്റെ പൊക്കം വേണം. അപ്പോൾ 2 ബ്ലോക്കിൻ്റെ പൊക്കമാണ്. അപ്പോൾ 2 ബ്ലോക്കിൻ്റെ പൊക്കത്തിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം വെക്കുന്നത്. അത് ഓർത്തിരുന്നോ. വലിയ ഗുണമൊന്നുമില്ല, നിങ്ങൾക്ക് 2 3 ഒക്കെ വെക്കാം. ഞാൻ ഇപ്പോൾ 2 വെച്ചേ ഉള്ളൂ. ഇവിടെ 4 ബ്ലോക്ക് ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം. ഇതൊന്ന് ഫില്ല് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഓടി വന്ന് ചെസ്റ്റിലെ സാധനം ആർത്തി പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാനങ്ങ് ചാടിക്കൊടുക്കും, പിന്നെ ഉള്ളതും കൂടി പോവും. ഓക്കെ, ഇവിടെ 2 ഡേർട്ട് അല്ല ഗ്രാസ് ബ്ലോക്ക് എന്തെങ്കിലും ഒന്ന് തന്നെ. ഓക്കെ, ഇനി നമുക്കത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സാപ്ലിങ് നട്ട് വെക്കണം. 1 2 3 4 അതും സെറ്റ്. നമുക്ക് ഇതിലൊന്ന് ബോൺ മീൽ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് താഴെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയട്ടെ. ഓക്കെ, വെള്ളത്തിൻ്റെ ഫ്ലോ പഴയതുപോലെ ആക്കിയിട്ടുണ്ട്, അതും സെറ്റ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മേളിൽ പോയിട്ട് ഇതൊന്ന് ബോൺ മീൽ ചെയ്ത് കൊടുക്കാം കുറച്ച്. യെസ് ഗൈസ്, ഇതെന്ത് പിങ്ക് കളറ്. ഓക്കെ, സ്പേഴ്സിൻ്റെ പിങ്ക് കളറാണോ? ഷെയ്ഡറിൻ്റെ ഓരോരോ കളികളെ എന്തായാലും കാണാൻ കൊള്ളാം. പിങ്ക് കളറ് നല്ല രസമുണ്ട്, ഒരു ഡാർക്ക് പിങ്ക് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് നോക്കുമ്പോൾ 2 ലീവ്സ് ഇപ്പുറത്തെ സൈഡിലോട്ടാണ് നിൽക്കുന്നത്, നമ്മുടെ ബ്ലോക്കിൻ്റെ മേളിലോട്ട് ഫേസ് ചെയ്ത്. അത് കുറച്ച് പണിയാണ്. അത് വലിയ വിഷയമുള്ള കാര്യമല്ല, 2 ലീഫല്ലേ, അത് ഇപ്പുറത്തെ സൈഡിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് ആ കോപ്പറിൻ്റെ പരിപാടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം തീർന്ന്. എല്ലാ സൈഡിലും പുറകിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതും അങ്ങനെ തന്നെയാണ്. 2 ലീഫ് വെച്ച് ഓരോ സൈഡിലും നമ്മുടെ ബ്ലോക്കിലേക്ക് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇത് നമ്മുടെ ഫാമിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കില്ല. പൊട്ടിച്ചോളാം പോടുന്നു. ഓക്കെ, അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ബ്ലോക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, അതായത് 2 ലീഫ് തള്ളി നിൽക്കുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പിന്നീട് ഇവിടുന്ന് ഒരു എക്സ്പാൻഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് മേളിൽ പോയി മരം മൊത്തമായിട്ടൊന്ന് മുറിക്കാൻ മേളിലോട്ടൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് അത് ലാഡർ സെറ്റ് ചെയ്യാം. അതൊന്ന് സെറ്റാക്കിയിട്ട് 1 2 3 4 5. ഓക്കെ, അപ്പോൾ കയ്യിലുള്ള ബ്ലോക്കൊക്കെ തീർന്നിട്ടുണ്ട്. ചാടി ഓക്കെ എത്തുമോ? എത്തില്ല. ഓക്കെ, ഒരു 2 ബ്ലോക്ക് കൂടി മേളിലോട്ട് പൊക്കിയിട്ട് ലാഡർ സെറ്റാക്കണം. ഞാൻ ഇവിടുന്ന് താഴേക്ക് എടുത്ത് ചാടിയാൽ കറക്റ്റ് വാട്ടറിലോട്ടായതുകൊണ്ട് വിഷയമില്ല. ഓക്കെ, വെള്ളത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പരിപാടിയൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അതായത് ഓക്കെ, അപ്പോൾ ഇവിടെ ലാഡറും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് മൊത്തത്തിലൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ കുറച്ച് ബ്ലോക്കും കൂടി മേളിലോട്ട് വെച്ചിട്ടൊരു ലാഡർ വെച്ചാൽ അതെല്ലാം സെറ്റായി. ഓക്കെ ഗൈസ്, രാവിലെയായി. ഞാൻ ഈ മരം മൊത്തം വെട്ടി തീർത്ത് കേട്ടോ, അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. മരം ഞാൻ ഏറ്റവും മേളിൽ പോയി വെട്ടി തീർത്ത് ഇവിടെ ഫുള്ള് ലാഡർ വെച്ച് ഫുൾ ഫാം ഒന്ന് വൈൻഡപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപാടിയെല്ലാം തീർന്ന് നമ്മുടെ ലീഫെല്ലാം ഡിസപ്പിയർ ആയി. മരം വെട്ടിക്കഴിഞ്ഞാൽ ലീഫെല്ലാം ഡിസപ്പിയർ ആയിക്കോളും. അതറിയാത്തവർ ഇന്നാ പിടിച്ചോ ഒരു ചെറിയ ടിപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാപ്ലിങ് നട്ടിട്ട് വീണ്ടും നമുക്ക് പഴയതുപോലെ ഇത് വർക്ക് ചെയ്യിക്കാം. ബോൺ മീൽ കൊടുക്കാം, വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യുക. ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്തെന്നിരിക്കും, കാരണം 2 ലീഫ് എനിക്ക് പെർഫെക്ഷൻ വേണം. ചിലപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്യും, അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നോക്കുക നമ്മുടെ ചെസ്റ്റ്. എനിക്ക് മൊത്തം ചെസ്റ്റിൽ 7 സാപ്ലിങ്ങും അതുപോലെ തന്നെ കയ്യിൽ 3 സാപ്ലിങ്ങും. നമ്മൾ നട്ടത് 4 എണ്ണം, കിട്ടിയത് 10 എണ്ണം. ഇരട്ടി ലാഭമാണ് ഗൈസ്. നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാമാണ്.
കിട്ടിയ വുഡ് എന്ന് പറഞ്ഞാൽ 64 + 8 + 1 9. ഓക്കെ, 64ഉം 9ഉം എത്രയാണ്? 73 നമുക്ക് കിട്ടി. അപ്പോൾ അതും സെറ്റ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഇതാ സൺസെറ്റുമായി, ഉറങ്ങേണ്ട സമയമായി. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റ ബൈ ബൈ. എന്തോ ഒരു ലൂട്ടാണ്. പോണതിന് മുമ്പ് അടുത്ത സെറ്റ് സാപ്പിളിങ്ങും കൂടി നടത്ത്. കുറേ ഉള്ളതല്ലേ. ഓക്കെ, ഇത് ഇവിടെ ഇരുന്ന് അങ്ങ് വളർന്നിട്ടുണ്ട്. പിന്നീട് വെട്ടാം. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.